പാതിരാത്രിയിൽ എന്താ ചൊല്ലേണ്ടതെന്നറിയോ? ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ദിക്ർ. ഇനിയിപ്പോ അന്ന് ചൊല്ലാൻ പറ്റിയില്ല, ഇന്ന് പോയിട്ട് അങ്ങോട്ട് ചൊല്ലുക. ഒരു ഇരിക്കി, ചിലപ്പോ അടുത്തൊന്നും ഇരുത്തൂലല്ലേ. ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കോളേജില് റഹ്മാൻ അറബി കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ ഒരു CH മഹമ്മൂദ് സഅദി ഉസ്താദ് എന്നൊരു ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ്സോടെ ആഫിയത്ത് കൊടുക്കട്ടെ. SYSന്റെ ഒക്കെ സംസ്ഥാനവും ജില്ലാതലത്തിലൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന വലിയ ഉസ്താദാണ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ ഉസ്താദ് പറയും, ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ ദാല് തിരിച്ചിട്ട പോലെയാന്ന് പറയാം. അറബിയിൽ ദാലുണ്ടല്ലോ, ദാല്, അത് തിരിച്ചിട്ട മാതിരിയാ കിടക്കാന്ന് പറയും. അങ്ങോട്ട് നോക്കൂല, അങ്ങോട്ട് നോക്കൂല. അപ്പൊ ഇന്ന് പോയിട്ട് പറയാ, തലേ കൈവച്ച് അങ്ങ് ചൊല്ലുക. എന്നാ ചിലപ്പോ രാവിലെ ആകുമ്പോഴേക്ക് മാറിയാലോ. ചൊല്ലേണ്ടത് എന്തെന്നറിയോ? ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ആദ്യ രാത്രിയിൽ ഭാര്യയുടെ തലയിൽ കൈവച്ച് ചൊല്ലേണ്ടുന്ന ദിക്ർ. اللهم إني أسألك خيرها وخير ما جبلتها عليها وأعوذ بك من شرها وشر ما جبلتها عليها. اللهم അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട്, ഖൈറഹാ, ഈ പെണ്ണിന്റെ ഖൈറിനെ ചോദിക്കുന്നുണ്ട് റബ്ബേ. വഖൈറ മാ ജബൽതഹാ അലൈഹാ, ഈ പെണ്ണ് കടന്നു വന്നിട്ടുള്ള തലമുറ, ഇവളുടെ ഉമ്മ, അവരുടെ ഉമ്മയുടെ ഉമ്മ, അതിൽ പെട്ടിട്ടുള്ള ഖൈറായ ആൾക്കാർ, നല്ല ആൾക്കാർ, അവരുടെ ഖൈറേയും ചോദിക്കുന്നുണ്ട് റബ്ബേ. വഅഊദു ബിക, നിന്നോട് കാവലിനെ തേടുന്നുണ്ട്, മിൻ ശർരിഹാ, ഈ പെണ്ണിന്റെ ഷർറിൽ നിന്ന്, വശർരി മാ ജബൽതഹാ അലൈഹാ, ഈ പെണ്ണ് കടന്നു വന്ന തലമുറയിൽ ആരെങ്കിലും വല്ല ഷർറിലുമുള്ള ആൾക്കാരുണ്ടോ? അവരുടെ ഷർറിൽ നിന്നും കാവലിനെ തേടുന്നുണ്ട് റബ്ബേ. അങ്ങോട്ട് ചൊല്ലണമെന്നാണ് പെണ്ണുങ്ങന്മാരെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക. ചിലപ്പോ നമ്മൾ കിട്ടുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ടൊന്നും ആയിരിക്കൂല. അപ്പം പറയാ, ഒക്കെ വർത്താനൊക്കെ പറയാം, ആദ്യം ഇതൊക്കെ അങ്ങോട്ട് ചൊല്ലിയിട്ട് തുടങ്ങിക്കോളി, അല്ലേച്ചാ നാളെ ചിലപ്പോ ഞാൻ വേറെ ആയിരിക്കും പറയണ്ടാകുക. അപ്പൊ അത് പഠിച്ചു നോക്കി, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉമ്മു സലമ എന്ന് പറയുന്നവർ, അവിടുത്തേക്ക് വല്ലാത്ത സ്നേഹമുണ്ട് അബൂ സലമയെ. അബൂ സലമ വഫാത്തായി പോയി റളിയല്ലാഹു, വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്തൊരു മഹബത്ത്. കാണാതെ ഉറങ്ങൂലായിരുന്നു എന്നാണ്. ഉമ്മു സലമക്ക് ഉറങ്ങണമെങ്കിൽ ആരെ കാണണം? പെണ്ണുങ്ങന്മാരൊക്കെ പ്രവാസിമാരാണ് ഭർത്താവ് എങ്കിൽ ഫോണിൽ വിളിക്കണം, എന്നിട്ട് ഗുഡ് നൈറ്റ് പറയണം, സലാം പറ, എന്നാലേ ഉറങ്ങുള്ളൂ. ചെറിയ മക്കൾക്ക് ഉമ്മാനെ കാണണം, ഉമ്മാന്റെ അടുത്ത് തന്നെ ഉറങ്ങണം എന്നൊക്കെ ഉണ്ടാവല്ലോ. സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇദാ ഹബ്ബ ശൈഅൻ അക്തറ ദിക്റ, ഒന്നിനോടോ ഒരാളോടോ സ്നേഹം തോന്നിയാൽ പിന്നെ എപ്പോഴും ഓർമ്മ തന്നെ ആയിരിക്കുമെന്നാണ്. അപ്പൊ ഉമ്മു സലമ പറയുന്നു, എന്റെ ഭർത്താവ് അബൂ സലമ വഫാത്തായപ്പോ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദിക്ർ, ഇന്നാ ലില്ലാഹ്, നമ്മൾ അല്ലാഹുവിലേക്കുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആൾക്കാരുമാണ്. അല്ലാഹുവിലേക്കാണ് മടക്കമുള്ളത്. അല്ലാഹുമ്മ അജ്റുനി, അല്ലാഹുമ്മ അജ്റുനി, അല്ലാഹുവേ എനിക്ക് കൂലി നൽകണം റബ്ബേ, ഫീ മുസീബതി, എന്റെ ഈ മുസീബത്തിൽ. ഭർത്താവ് മരിച്ചപ്പോഴാണ് ഉമ്മു സലമ ഈ ദിക്റിനെ ചൊല്ലുന്നത്. എന്റെ ഈ മുസീബത്തിൽ എനിക്ക് കൂലി നൽകണം റബ്ബേ. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഖൈറായിട്ടുള്ളതിനെ പകരം നൽകണം റബ്ബേ. അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ ഇല്ലാ ആജറഹുല്ലാഹ്, അല്ലാഹു അയാൾക്ക് കൂലി കൊടുക്കുന്നുണ്ട്. ഫീ മുസീബതി, അയാളുടെ മുസീബത്തിന് അല്ലാഹു കൂലി കൊടുക്കുന്നുണ്ട്. വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ബെറ്റർ, ഏറ്റവും നല്ലതിനെ അല്ലാഹു അയാൾക്ക് പകരവും കൊടുക്കും എന്നാണ്. ഉമ്മു സലമ എന്താ പറഞ്ഞിരുന്നത്? എനിക്ക് ഏറ്റവും നല്ല ഭർത്താവിനെയാ കിട്ടിയത്, അപ്പൊ അതിനേക്കാൾ നല്ലതിന് കിട്ടണം ഈ ദിക്ർ ചൊല്ലിയാൽ. കിട്ടിയിട്ടില്ല എങ്കിൽ ഹബീബ് പറഞ്ഞത് കള്ളമാവണ്ടേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമ തന്നെ പറയുന്നു, ഫലമ്മാ തുവഫിയ അബൂ സലമത, എന്റെ ഭർത്താവ് അബൂ സലമ വഫാത്തായപ്പോ ഖുൽതു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമാ അമറനി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു, നബി തങ്ങൾ എന്താണോ പറഞ്ഞത് ആ ദിക്റിനെ ഞാൻ അങ്ങ് ചൊല്ലി. അതിനൊരു മനസ്സൊക്കെ വേണ്ടേ? വാപ്പ മരിച്ചു കിടക്കുന്നത് കാണുമ്പോ, മക്കൾ മരിച്ചു കിടക്കുന്നത് കാണുമ്പോ, ഉമ്മയുടെ മയ്യത്ത് കാണുമ്പോ, അത് അല്ലെ, അപ്പൊ വല്ലാത്തൊരു വിഷമമാണ്, നിയന്ത്രിക്കാൻ കഴിയൂല. അല്ലാഹു നമ്മുടെ വാപ്പമാർക്കൊക്കെ മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കട്ടെ. വാപ്പയുടെയോ ഉമ്മയുടെയോ മയ്യത്ത് കാണുമ്പോ എന്താ ഓർമ്മ വരിക?
അല്ലാഹുവേ എന്തോരം എന്നെ പോറ്റി വളർത്തിയിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. എന്റെ കല്യാണം വന്നപ്പോ കടം വാങ്ങിയിട്ടല്ലേ റബ്ബേ കല്യാണം നടത്തിയത്. ഞാൻ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞപ്പോ ഒന്നും തള്ളാതെ എന്നെ എല്ലാരും കുറ്റപ്പെടുത്തിയപ്പോ മാറോട് ചേർത്ത് പിടിച്ചെന്റെ വാപ്പയല്ലയോ. ഒക്കെ ഓർമ്മ വരുമെന്നാണ്. നിയന്ത്രണം വിട്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല. മയ്യത്ത് കാണുമ്പോ ആകെ അങ്ങോട്ട് നിയന്ത്രണം വിട്ട് കരയുക, അത് ശൈത്താനിൽ നിന്നാണ്. അത് ഉണ്ടാവാൻ പാടില്ല. മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം പറയുന്നു, ഞാൻ ഈ ദിക്റിനെ ചൊല്ലിയപ്പോ ഫഅഖലഫല്ലാഹു ലീ ഖൈറൻ മിൻഹു, അല്ലാഹു എനിക്ക് അബൂ സലമയേക്കാൾ ഖൈറായിട്ടുള്ളതിനെ പകരം തന്നിട്ടുണ്ട്. അഖ്ലഫല്ലാഹ്, അല്ലാഹു എനിക്ക് പകരം തന്നു. ഖൈറൻ മിൻഹു, അബൂ സലമയേക്കാൾ ഖൈറായതിനെ എനിക്ക് പകരം തന്നു എന്നാണ്. ആരാണത്? അന്നല്ലാഹ അക്രമഹാ ഫതസവ്വജത് റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമയെ പിന്നെ കല്യാണം കഴിച്ചത് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ അബൂ സലമയേക്കാൾ എത്രയോ ബെറ്റർ അല്ലേ? മുത്തനബി തങ്ങളാ പിന്നെ കല്യാണം കഴിക്കണേ. എന്താ ചെയ്തത്? സഹിക്കാൻ പറ്റാത്തൊരു വിഷമം വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞ ദിക്ർ ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അങ്ങോട്ട് ചൊല്ലിയാൽ അല്ലാഹു ഖൈറായതിനെ പകരം കൊടുക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യും.